ഹലോ, ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ടൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. എൻ്റെ 2 ആങ്ങളമാരും നാത്തൂനും ഉമ്മയും കുട്ടികളും കൂടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മളെ കട്ട റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കൊളത്തൂർ വഴിയാണ് ഞങ്ങൾ പോണത്. പടപ്പറമ്പുള്ളൊരു ജ്വല്ലറിക്കാണ് ഞങ്ങൾ പോണത്. ചെറിയൊരു സ്വർണ്ണപ്പണ്ടം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ പടപ്പറമ്പ് പലകപ്പറമ്പിലെ പാപ്പിലിയോ പാർക്ക് ഞങ്ങളെ മെയിനാണ്, എപ്പോഴും പോണതാണ്. അപ്പോൾ അക്വ പാർക്ക് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പാർക്ക് വന്നത് അറിഞ്ഞില്ല, പെട്ടെന്നാണ് അവന് പാർക്കുള്ളത് കണ്ടത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റുള്ളൂ പടപ്പറമ്പിലേക്ക്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ഈ ജ്വല്ലറിയിലൊരു സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഈ ജ്വല്ലറി നമ്മൾ പടപ്പറമ്പേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു മലബാർ ഓഡിറ്റോറിയം കാണും. അതിൻ്റെ ഒരു കവാടമാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത മേലക്കുള്ള റോഡിനാണ് ഈ ഒരു BG ഗോൾഡാണ് ഈ ജ്വല്ലറിയുടെ പേര്. ഇവിടെ പണിക്കൂലിയൊക്കെ നല്ല കുറവാണ്. മറ്റുള്ള ജ്വല്ലറിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് പണിക്കൂലിയൊക്കെ നല്ല കമ്മിയായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ആർക്കെങ്കിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ട്, ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയാൽ നല്ല കുറഞ്ഞ പണിക്കൂലിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അവർ നമ്മൾ ചെയ്ത് തരും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങുകയും ചെയ്യാം. റെഡിമെയ്ഡായിട്ട് ഇരിക്കുന്നത് അവിടുന്ന് വാങ്ങിപ്പോരും ചെയ്യാം. ഇവർക്ക് സ്വന്തമായിട്ട് പണിക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ ജ്വല്ലറിയുടെ മുകളിൽ തന്നെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവർക്ക് പണ്ടുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. അവർക്ക് അവരെ താമസമൊക്കെ അവിടെ തന്നെയാണ്. ഇന്നത്തെ നമുക്ക് 72,000 രൂപ വിലയുള്ള സമയത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഈ ജ്വല്ലറി എടുക്കാൻ. ഫസ്റ്റ് നമ്മൾ ഒരു നെക്ലസ് നോക്കിയിരുന്നു. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്നത് റോസ് ഗോൾഡിലും ഡയമണ്ടിലും വരുന്ന ജ്വല്ലറിയുടെ ഫസ്റ്റ് കാണിച്ചെന്ന്. പക്ഷേ നമ്മുടെ അമ്മമാർക്കൊന്നും അത് അങ്ങനത്തെ ഒന്നും മോഡൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗോൾഡിൽ തന്നെ. എല്ലാ മക്കളെ പോലെയും എൻ്റെ മക്കളും ഫോണും പിടിച്ച് അവിടെ ഒരു ഭാഗത്തിരുന്നു. പിന്നെ പോരാ നേരത്തെ ഒരു കരിമ്പൻ ജ്യൂസും കുടിച്ച് നമ്മൾ നേരെ അങ്ങനെ വീട്ടിലേക്ക് പോന്നു.